ആദ്യം ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു ഇതേ കരുതി മുന്നോട്ട് പോയെങ്കിലും പക്ഷേ ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ ഇയാൾ വിറ്റിത് പണമാക്കിയെന്ന് ഈ പെൺകുട്ടിക്ക് ബോധ്യപ്പെടുകയും അതുപോലെ തന്നെ ഈ കുട്ടിയോടും ഇത്തരത്തിലുള്ള ലൈംഗികമായ വൈകൃതങ്ങൾ കാണിച്ചിട്ടുള്ളതായി അത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഈ പെൺകുട്ടി കണ്ടു ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പെൺകുട്ടിക്ക് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കൊല്ലത്ത് ഭാര്യയുടെ കിടപ്പറ ദൃശ്യങ്ങൾ ഭർത്താവ് തന്നെ പകർത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണിന്ന് പുറത്തു വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ അഭിഭാഷകൻ പ്രശാന്ത് കുറുപ്പ് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. വലിയ ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്താണ് അങ്ങേക്ക് ഈ കക്ഷിയിൽ നിന്ന് അറിയാൻ സാധിച്ചത്? ഇത് ഈ പെൺകുട്ടി ഇത് അറിയുന്നത് തന്നെ UK വെച്ചാണ് ഈ പെൺകുട്ടി അറിയുന്നത്. പെൺകുട്ടിയുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രമാണ് അറിയുന്നത്. അപ്പോൾ ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇയാളുടെ ഫോണിൽ ഈ ദൃശ്യങ്ങളെല്ലാം ഉണ്ട്, ഇയാളാണ് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഇവരുടെ ഒരു മകളുണ്ട്, 4.5 വയസ്സുള്ളൊരു മകളുണ്ട്. അപ്പോൾ ഇയാളെയും കൊണ്ട് ഈ ഒരു സൈക്കാട്രിക് കൗൺസിലിങ്ങിന് വേണ്ടി ഇയാളെ നാട്ടിലെത്തുകയായിരുന്നു. നാട്ടിലെത്തി കൗൺസിലിംഗ് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഇയാൾ വീണ്ടും ഇത്തരത്തിൽ ഈ കുട്ടിയെ നിർത്തിക്കൊണ്ട് ഉള്ള ചില ലൈംഗിക വൈകൃതങ്ങൾ, 4 വയസ്സുള്ള മകളെ നിർത്തിക്കൊണ്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുകയും കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് അപ്പോൾ ഈ കുട്ടി യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ആരോടും ഈ വിഷയം തുറന്നു പറഞ്ഞിരുന്നില്ല. കാരണം ഒരു ഭാര്യാഭർത്തൃബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനെ കരുതി. അപ്പോൾ ഇത് അവരുടെ വീട്ടുകാരറിയുകയും അത്തരത്തിൽ ഈ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഈ കൗൺസിലിങ്ങിന് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാനൊന്നും ഇയാൾ തയ്യാറായിരുന്നില്ല. അപ്പോൾ അത് പ്രകോപിതനായ ഈ ഭർത്താവ് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയെ വളരെ മൃഗീയമായി ഉപദ്രവിച്ച് ഈ പെൺകുട്ടി ഇന്നലെ കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഈ പെൺകുട്ടിയെ പ്രവേശിച്ചു. ഇന്നലെ പോലീസ് എത്തി ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ആദ്യം ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു ഇതേ കരുതി മുന്നോട്ട് പോയെങ്കിലും പക്ഷേ ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ ഇയാൾ വിറ്റിത് പണമാക്കിയെന്ന് ഈ പെൺകുട്ടിക്ക് ബോധ്യപ്പെടുകയും അതുപോലെ തന്നെ ഈ കുട്ടിയോടും ഇത്തരത്തിലുള്ള ലൈംഗികമായ വൈകൃതങ്ങൾ കാണിച്ചിട്ടുള്ളതായി അത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഈ പെൺകുട്ടി കണ്ടു ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പെൺകുട്ടിക്ക് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഭാര്യയെ പങ്കുവെക്കുന്ന അത്തരം സംഘങ്ങളുമായൊക്കെ ഇയാൾക്ക് ബന്ധമുണ്ട്, അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടോ? അത്രയും ഗുരുതരമാണോ ഇയാളുടെ ഒരു അത് ഈ പെൺകുട്ടിയെ പലവട്ടം ഇതിനു വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഈ റാക്കറ്റുമായി ബന്ധമുള്ള ആളുകളുമായിട്ട് ഈ പെൺകുട്ടിയെ സംസാരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെയൊന്നും പേര് വെളിപ്പെടുത്തുന്നില്ലെങ്കിലും അതൊക്കെ ഈ പെൺകുട്ടിക്കറിയാം. അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി സ്വാപ്പിംഗ് പോലുള്ള കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ചു കാലം മുമ്പാണ്. പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ ഗുരുതരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇയാൾ അടിമയാണെങ്കിലും അതൊക്കെ പെൺകുട്ടിയെ റെസിസ്റ്റ് ചെയ്ത് അതിനെ നിഷ്പ്രഭമാക്കിയെങ്കിലും ഇത്തരത്തിലുള്ള ഈ സ്വകാര്യമായ ദൃശ്യങ്ങൾ, അതും കിടപ്പറ ദൃശ്യങ്ങൾ, മറ്റ് സ്വകാര്യ ദൃശ്യങ്ങളടക്കം ഇത്തരത്തിൽ ചിത്രീകരിച്ചതിന് ശേഷം അത് സൈറ്റുകൾക്ക് വിൽക്കുന്ന ഒരു പണം കിട്ടാൻ വേണ്ടി സൈറ്റുകൾക്ക് അല്ലെങ്കിൽ അതിനകത്തൊരു പണം കിട്ടുന്നതോടൊപ്പം തന്നെ ഒരു ഒരു ലൈംഗിക വൈകൃതം ഉള്ള ആളാണ് ഇയാളെന്ന് ഈ പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടെങ്കിലും ഇതിൻ്റെ ഭീകരത കഴിഞ്ഞ ഈ കൂട്ടുകാരികൾ പറഞ്ഞും മറ്റും ഇത് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ വിദേശത്തും ഒക്കെയുള്ള സൈറ്റുകളിൽ കൂടി ഇത് പ്രചരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, കേസെടുത്തു. എന്താണ് അതിൻ്റെ ലീഗലായിട്ടുള്ള അപ്ഡേറ്റ്? പോലീസ് ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പോലീസ് മൊഴി രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കേസെടുത്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പോലീസ് അതിനെ എത്രമാത്രം ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി അതിൻ്റെ FIR മറ്റ് കാര്യങ്ങളോ രേഖകൾ പരിശോധിക്കാതെ പറയാൻ കഴിയില്ല. ഇതിനകത്തിൽ കുട്ടിയോടുള്ള ലൈംഗിക വൈകൃതമുണ്ട്, ഈ IT ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യമുണ്ട്, ഇത് ഈ പോൺ സൈറ്റുകൾക്ക് ഇത് വിറ്റിട്ടുള്ള കുറ്റകൃത്യമുണ്ട്. പിന്നെ ഈ കുട്ടിയെ ഈ പെൺകുട്ടി ഈ യുവതിയെ 30 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയോടുള്ള ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിനെ സംബന്ധിച്ചുള്ള ചികിത്സാരേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ പോലീസ് കണ്ടെടുക്കുമ്പോൾ അതിനകത്ത് എത്രമാത്രം ഗൗരവത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി റെക്കോർഡ് നോക്കി പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. വലിയ തോതിലുള്ള ഒരു ക്രൂരതയും പീഡനമൊക്കെയാണ് ആ പെൺകുട്ടി നേരിടേണ്ടി വന്നത് ഇയാളിൽ നിന്ന്. തീർച്ചയായിട്ടും അതായത് നമ്മൾ സാധാരണഗതിയിൽ ഞാൻ ഇപ്പം ഇത്തരത്തിലുള്ളൊരു കേസ് നമുക്ക് പലപ്പോഴും ഇത് എൻ്റെ ഓർമ്മയിൽ ഇതുവരെ പെട്ടിട്ടില്ല, എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഇതുവരെ പെട്ടിട്ടില്ല. കാരണം ഇത് വളരെ ഗുരുതരമാണ്. നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദൃശ്യങ്ങൾ അടക്കം ഇത് സ്വകാര്യമായി മറ്റുള്ളവർക്ക് കൈമാറി
അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള കുട്ടിയോട് പോലും ലൈംഗികമായി മോശമായി പെരുമാറുക എന്നൊക്കെയുള്ളത് ഒരിക്കലും നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും, അല്ലെങ്കിൽ മനുഷ്യന്, മലയാളികൾ എന്നുള്ളതിലുപരി മനുഷ്യനൊരിക്കലും ഡൈജസ്റ്റ് ആവുന്ന കാര്യമല്ല. ഇത് ഞെട്ടലല്ല, സത്യത്തിൽ ഇതിന് ഒരു ഭയങ്കര ആശങ്കയാണിത്. ഇത്തരത്തിലുള്ള ഈ സംഭവം ഇതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോഴും ഇതിൻ്റെ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് കണ്ടപ്പോഴുമൊക്കെ അതിൻ്റെ വീഡിയോ ഓഡിയോ ക്ലിപ്പിങ്സുകളൊക്കെ കണ്ടപ്പോൾ വളരെ മനസാക്ഷി മരവിച്ചു പോയി. എന്തായാലും വലിയൊരു ക്രൂരതയാണ് ആ പെൺകുട്ടിക്ക് സ്വന്തം ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ഈ കിടപ്പറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തുകയും അത് അശ്ലീല വെബ്സൈറ്റുകൾക്ക് നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ ക്രൂരമായ മർദ്ദനം നേരിടേണ്ട സാഹചര്യം ഉണ്ടായി. എന്തായാലും സംഭവത്തിൽ യുവതി നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പോലീസ് കൃത്യമായി അവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഇതിന്റെ വിവരങ്ങൾ എന്താണെന്നുള്ളത് വരും മണിക്കൂറുകളിൽ ലഭ്യമാകുക തന്നെ ചെയ്യും. എന്തായാലും കൃത്യമായ നിയമ നടപടികളുമായി പെൺകുട്ടി മുന്നോട്ട് പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജിനൊപ്പം റിപ്പോർട്ടർ എ വി ജയശങ്കരൻ, റിപ്പോർട്ടർ കൊല്ലം.